നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലഹരി മാഫിയയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് പറയുന്ന മന്ത്രി, ലഹരി സംഘങ്ങൾ നാടിന് വിപത്താണെന്ന് പറയുന്ന സർക്കാരും പാർട്ടിയും. എന്നാൽ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും ലഹരി കേസിൽ പിടിയിലാകുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ SFI നേതാക്കളുടെ പങ്കും പുറത്തുവരികയാണ്. SFIയുടെ യൂണിയൻ ഭാരവാഹി കൂടിയായ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഹോസ്റ്റലിനുള്ളിൽ കഞ്ചാവ് കച്ചവടമായിരുന്നു വിദ്യാർത്ഥികൾ ലക്ഷ്യമിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ടിടുന്നത്. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഒരു കയ്യോടെ പിടികൂടിയ കേസാണ്. 2 പേരല്ല, ഒരു റൂം സാധാരണ അവിടെ 3 പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാബാൻഡ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അതിലെ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവായിരുന്നു പോലീസിന്റെ റെയ്ഡിൽ പിടികൂടിയത്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തുപുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചു. സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും പിന്നീട് രംഗത്തെത്തി. ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എന്റെ ഈ കോളേജിൽ ഞാൻ 3 വർഷം കോളേജിൽ പഠിക്കുന്നത്. ഈ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാർമാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത്. ഈ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ കുറച്ച് പഠനത്തിൽ പുറകോട്ട് നിന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറെ സപ്ലികളും ഉണ്ട്. ഞാൻ ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാന്ന് വിചാരിച്ച ഈ 3ാമത്തെ വർഷമാണ് ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എന്റെ തലയിലിട്ട് തരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. അവിടുന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോ എല്ലാം അവരുടെ കയ്യിലുണ്ട് സാധനം. എന്നെ ആദ്യമേ കൊണ്ട് എന്റെ റൂമിലോട്ടല്ല, പക്ഷെ എന്നെ ആദ്യമേ കൊണ്ടുപോയത് ആകാശിന്റെ റൂമിലോട്ട്. ആകാശിന്റെ റൂമിൽ കുറെ താഴെ കുറെ കടപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു, സാറേ യൂണിയനുള്ള ഞാൻ നാളെ പരിപാടിയുണ്ട് സാറേ, നാളെ പരിപാടിയുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സാറ് നീ യൂണിയനുള്ളതാണ്, നീ അങ്ങനെ പോകണ്ട, നീ ഇത് വലിയ ആ കൊമ്പത്താളാണ്, നീ മേലോട്ട് വരാൻ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന SFIയുടെ വാദം പോലീസ് തള്ളുകയാണ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അഭിരാജ് പരിശോധനാ സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നു. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. റെയ്ഡിന്റെ പോലീസിനെ കണ്ടോടിയത് KSU പ്രവർത്തകരെന്നായിരുന്നു SFIയുടെ ആരോപണം. എന്നാൽ ഇത് നിഷേധിച്ച് KSUവും രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എന്റെ കൂട്ടുകാരൻ ആകാശാണുള്ളത്. പക്ഷെ എങ്ങനെ എത്തിയെന്നോ എന്തോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് അതാണ് സംഭവം. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഇവിടെ സംഭവം? ഞങ്ങള് ഒരു 10:30 ആയപ്പോ ഹോസ്റ്റലിലോട്ട് വരാൻ വിളിച്ച് ഞങ്ങളെ. അപ്പൊ അവിടുന്ന് പറഞ്ഞു ഹോസ്റ്റലിൽ ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട്, എന്തോ സംഭവം ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താ സ്വാഭാവികമായിട്ട് 10 മണിക്ക് ഹോസ്റ്റലിലെ ഗ്രില്ലടക്കും. അപ്പൊ അതിനുശേഷം പുറത്ത് കൂട്ടുകാരന്റെ റൂമിൽ നിന്ന് ഞാനും ഷാക്കിർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് റൂമിൽ നിന്ന് പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ നാട് വിട്ടു, ഞങ്ങളെ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇത് ക്യാമ്പസുകളിൽ ലഹരി വേട്ട അല്ലെങ്കിൽ ലഹരി വിപണനം അത് അത്ര പുതുമയുള്ളൊരു കാര്യമല്ല. കാരണം പല ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ കേരളത്തിലെ പല ക്യാമ്പസുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കളമശ്ശേരി ഹോസ്റ്റലിലെ പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിൽ SFI നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇക്കാര്യം നിഷേധിക്കുമ്പോൾ തന്നെ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു തന്നെ പറയുന്നു. SFIയുടെ യൂണിയൻ ഭാരവാഹി മുറിയിലുണ്ടായിരുന്ന സമയത്താണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ. SFIയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണോ പോലീസ്?
അങ്ങനെ തന്നെയാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ACP ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ബ്രീഫിങ്ങിൽ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ സംഭവ സമയത്ത് ഈ റെയ്ഡ് നടത്തിയിരുന്ന അല്ലെ പരിശോധന നടത്തിയിരുന്ന സമയത്ത് ഈ 3 വിദ്യാർത്ഥികളും റൂമിലുണ്ടായിരുന്നു. അതേസമയം ഈ അഭിരാജ് എന്ന് പറയുന്ന SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അഭിരാജ് SFI പ്രവർത്തകനാണ്. ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്: താഴത്തെ റൂമിൽ നിന്നും, അതായത് ആകാശിന്റെ റൂമിൽ നിന്നും കഞ്ചാവ് പിടിക്കുന്നു. 1.9 കിലോയാണ് ആകാശിന്റെ റൂമിൽ നിന്ന് പിടിച്ചത്. അവിടെ നിന്ന് തന്നെയും കൂട്ടി ഈ തന്റെ റൂമിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ യൂണിയൻ ഭാരവാഹിയാണ് എന്ന് പറയുന്നതും ആ ഒരു സാഹചര്യത്തിൽ ഈ യൂണിയൻ ഭാരവാഹി ആയതുകൊണ്ട് അവനെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചു എന്നുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ന്യായീകരണമാണ് ഈ അഭിരാജ് മുന്നോട്ട് വെക്കുന്നതെന്ന് തന്നെയാണ് പോലീസുകാർ വ്യക്തമാക്കുന്നത്. ACP അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട്, ഇവരെല്ലാവരും റൂമിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നാർക്കോട്ടിക് സെൽ ACPയും അത് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകളിലെ ഇത്തരത്തിലുള്ള ലഹരി ഇടപെടലുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിരിക്കുന്നവർ കൂടി അതിന്റെ ഭാഗഭോക്കാവുന്നത് അങ്ങേയറ്റ അപലപനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് SFI ഏരിയ പ്രസിഡന്റ് ദേവരാജൻ അയാളൊരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. വാർത്താ സമ്മേളനമല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചപ്പോഴും പറയുന്നത് അഭിരാജ് അങ്ങേയറ്റം മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തത് സാഹചര്യം ശരി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വാർഡന്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ഹോസ്റ്റലിൽ 2 വാർഡന്മാരുണ്ട്, ഇവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പ്രിൻസിപ്പാളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്, ഞങ്ങളല്ല അത് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ SFIക്കാര് KSUവിന്റെ മേലെയും KSUക്കാര് SFIയുടെ മേലെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ആകാശിന്റെ KSU ബന്ധം പുറത്തു കൊണ്ടുവരണം, ആകാശിന്റെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മളോട് സംസാരിച്ച റൂംമേറ്റ് അയാള് KSU പ്രവർത്തകനാണ്, അതുകൊണ്ടാണ് അവരാണ് ഈ ഹോസ്റ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി എത്തിച്ചത് എന്നുള്ള തരത്തിലുള്ള ആരോപണം SFI മുന്നോട്ട് വയ്ക്കുമ്പോൾ മാത്രമല്ല ഈ വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഇത് പോലീസ് നിഷേധിക്കുന്നുണ്ടല്ലോ. കാരണം പോലീസ് വ്യക്തമാക്കിയ കാര്യം പുറമേ നിന്ന്, അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കോളേജില് ഹോസ്റ്റലില് എത്തിയിരുന്നു, അവരാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചതെന്ന് തന്നെ പോലീസ് സൂചിപ്പിക്കുന്നുമുണ്ടല്ലോ. അവർക്ക് SFI പ്രവർത്തകരുമായി SFI നേതാക്കളുമായി ഈ പിടിയിലായവരുമായി ബന്ധമുണ്ടോ? ആരാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചതെന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ടോം പോലീസ് വ്യക്തമാക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ് കോളേജിൽ ഹോസ്റ്റലിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചത്. അത് ആരാണെന്നുള്ള കാര്യം അവർ തൽക്കാലം വ്യക്തമാക്കുന്നില്ല. കാരണം ഇത് വ്യക്തതയിലേക്ക് വരാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ സ്ഥിരീകരിക്കാനുണ്ട് എന്നാണ് ACP PV ബേബി നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സ്ഥിരീകരണത്തിന് ശേഷം ആരായിരിക്കും ഇത് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകും, കൂടുതൽ വാർത്തകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് 2 ACPമാരും പ്രതികരിച്ചത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളും ഇതിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെയാണ് പോലീസ് പറയുന്നത്. അതില് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ആൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അവരെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും പോലീസിന്റെ നിലപാട് അവര് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൽ ഇത്തരത്തിൽ ഈ അറസ്റ്റിലായിട്ടുള്ള 3 പേരും കഞ്ചാവ് കയ്യിൽ സൂക്ഷിച്ചവരാണ്, അവരുടെ മുറിയിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ അഭിരാജിനെ കൊണ്ട് തന്നെയാണ് അഭിരാജിന്റെ റൂം പരിശോധിക്കാൻ എത്തിയതെന്ന് തീർച്ചയായും ആജ്ഞയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് SFI ഉന്നയിക്കുന്നത് പോലെ പുറത്തുനിന്നും ആരെങ്കിലും കൊണ്ടുപോയി വെച്ചതാണോ, അതിന് KSUവിന് പങ്കുണ്ടോ, അതോ KSUവിന് ഇതിൽ SFI ആരോപണം നിർത്തുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അവരകത്ത് മുറി താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, മുറിയിലുണ്ടായിരുന്നു. അതെ അതെ, പിടിക്കുന്ന മുറിയിലുണ്ടായിരുന്നു. അവരാ താമസിക്കുന്ന മുറി തന്നെയാണ് അത്. അവരാണ് ആ മുറിയിൽ താമസിക്കുന്നത്. പാക്കിംഗ് നടത്തി താഴത്തെ മുറിയിലാണ്. 2 കിലോടാ. അതെ, നമ്മള് വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെക്കോർഡിംഗ് ആണ്. ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, പോലീസിന്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്.
അതായത് ഈ SFIയുടെ യൂണിയൻ ഭാരവാഹി ആ മുറിയിൽ ഉണ്ടായിരുന്നു. അയാൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് പോലീസ് തറപ്പിച്ചു പറയുന്നു. അവിടെ അറിയേണ്ടത് ഈ 2 കിലോ കഞ്ചാവ് എന്തിനാണ് എത്തിച്ചത്, ആരാണ് എത്തിച്ചത്, അവിടെ കൃത്യമായ ഒരു വിതരണം പതിവായി ഈ കഞ്ചാവ് കച്ചവടം ഈ ഹോസ്റ്റലിനുള്ളിൽ നടന്നിരുന്നോ? ഈ കച്ചവടം നടത്താൻ വേണ്ടി തന്നെയാണ് ഇത് കൊണ്ടുവന്നുള്ളത് കാര്യം വ്യക്തമാണ് കേട്ടോ. കാരണം അതിനകത്ത് കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് വരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തൂക്കി പാക്കറ്റുകളാക്കുന്ന സമയത്താണ് ഈ പരിശോധനയ്ക്കായി പോലീസും ഡാൻസർ സംഘവും ഈ ഹോസ്റ്റലിൽ എത്തുന്നത്. DCPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ACP അബ്ദുൽ സലാം, അദ്ദേഹം നാർക്കോട്ടിക് ACP ആണ്, അദ്ദേഹം പ്രതികരിച്ചത് നമുക്ക് വ്യക്തമായി അറിയാം. ഇവർക്ക് 3 പേർക്കും പങ്കുണ്ട്. വളരെ വ്യക്തമായിട്ട് അത് ഈ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അഭിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുറികളിൽ തന്നെ ഉണ്ടായിരുന്നു. 2 കിലോ കഞ്ചാവ് പിടിച്ച ആൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് ആകാശിന്റെ മുറിയിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത്. 1.9 കിലോ. ഈ 2 കിലോ കഞ്ചാവ് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ആകാശിന് ജാമ്യം കിട്ടാത്തത്. അത് മാത്രമല്ല, ഈ അഭിജിത്തിന്റെയും മറ്റേ റൂംമേറ്റിന്റെയും മുറിയിൽ നിന്ന് 9.7 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ ജാമ്യം ലഭിക്കുന്ന പരിധിയിൽ വരുന്നതാണ്. അതേസമയം 1 കിലോയ്ക്ക് മേലെയുള്ള ഈ തൂക്കത്തിലുള്ള കഞ്ചാവ് പിടിച്ചെടുത്തുകൊണ്ടാണ് ആകാശിന് ജാമ്യം ലഭിക്കാത്തത്. മറ്റു 2 പേരും സ്റ്റേഷൻ ജാമ്യത്തിൽ മറ്റു 2 പേരെയും വിട്ടയച്ചിരിക്കുന്ന സാഹചര്യം. ഈ 3 വിദ്യാർത്ഥികളെയും കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാലും നമ്മൾ ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. കാരണം പ്രിൻസിപ്പാളിന്റെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു. അത് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെ യൂണിയനിൽപ്പെട്ട ഒരു കുട്ടി അതിൽ പെട്ടു എന്നേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതിൽ ഉറപ്പൊന്നുമില്ല. ഇത്തരം വളരെ ഒരു അങ്ങേയറ്റം ലാഘവത്തോടു കൂടി ഇത്തരം ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുകയും 16 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആളുകൾ പഠിക്കുന്ന ക്യാമ്പസ്, അതിനകത്ത് അത്തരത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളുള്ള ക്യാമ്പസ്, അവിടെ ഹോളിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ എത്തിക്കുന്നത്. ഏത് സമയത്തും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലാറുള്ള ഹോസ്റ്റൽ മുറികളിലേക്ക് കടന്നു ചെല്ലാറുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരെയും അവിടെ പ്രിൻസിപ്പാളും ഈ വാർഡന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടിട്ടുമുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഈ കുട്ടികൾ തന്നെയാണ് ഹോസ്റ്റൽ ഭരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹികളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാകാം, വിദ്യാർത്ഥി യൂണിയനിലുള്ള വിദ്യാർത്ഥി സംഘടനകളുള്ള പ്രവർത്തകരാകാം. ഇവരൊക്കെ തന്നെയാണ് ഈ ഹോസ്റ്റൽ ഭരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നമ്മൾ ഇതുമായി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും മുന്നോട്ട് വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുക. എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പാൾ വന്ന് അദ്ദേഹം സംസാരിച്ചത് തന്നെ ഇത്തരത്തിൽ അങ്ങും ഇങ്ങും തൊടാതെ ഈ കുട്ടികളൊക്കെ അങ്ങനെ പെട്ടുപോയതാണ്. അതല്ലെങ്കിൽ ആ തരത്തിലേക്ക്, അതായത് അവരുടെ രാഷ്ട്രീയം. ആജ്ഞ രവീന്ദ്രനാണ് വിവരം നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുറ്റക്കാരെ അല്ലെങ്കിൽ ആരോപണ വിധേയരെ, പ്രതികളെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. അവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ, കഞ്ചാവ് മാഫിയയുടെ കണ്ണികളാണെങ്കിൽ, അത് ഏത് രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരാണെങ്കിൽ പോലും കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സംഘടനാ തലത്തിൽ പോലും നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതിന് ഇവിടുത്തെ രാഷ്ട്രീയ, യുവജന, വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകണം. അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷോക്കോവിന് കേരളത്തിൽ എന്താണ് കാര്യം? അവധി ആഘോഷിക്കാൻ അലക്സേജ് കുടുംബസമേതം എത്തിയത് തിരുവനന്തപുരം വർക്കലയിലാണ്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയ കുറ്റവാളി ഇവിടെ എത്തിയത് അറിഞ്ഞത് മുതൽ CBIയുടെയും കേരള പോലീസിന്റെയും നിരീക്ഷണമുണ്ടായിരുന്നു. അവധി ആഘോഷം കഴിഞ്ഞ് റഷ്യയിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിനിടെ ലാത്വിയൻ പൗരനായ അലക്സേജിന് പിടിവീണു. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകനാണ് അലക്സേജ്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്ത് നിന്ന് BV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും വന്നത്. അതായത് വർക്കലയിൽ അവധി ആഘോഷിക്കാൻ വേണ്ടി ലാത്വിയൻ പൗരനായ അലക്സേജ്, രാജ്യാന്തര കുറ്റവാളിയായ അലക്സേജ് കുടുംബസമേതം എത്തുന്നു. പിന്നീട് ഇന്റർപോളിൻ്റെ വിവരം ലഭിക്കുന്നു. കേരള പോലീസ് പ്രതിയെ പിടികൂടുന്നു. അറിയേണ്ടത്, ഇയാൾ എന്തിനാണ് കേരളത്തിലെത്തിയത്? ഇയാളുടെ ഒരു ഒളിസങ്കേതം ലക്ഷ്യമിട്ടാണോ എത്തിയത്? കേരളത്തിലെ ആരെങ്കിലുമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകര ബന്ധം ഇയാൾക്കുണ്ടായിരുന്നോ? തുടങ്ങിയ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് വിനോദ്?
ടോം, ഈ അലക്സേവിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് ഇന്റർപോളിൽ നിന്നാണ് വിവരം ലഭിക്കുന്നത്. ഇന്റർപോൾ നേരത്തെ തന്നെ റെഡ് കോർണർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമേരിക്ക കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു അവർ കണ്ടെത്തിയ കുറ്റം. അങ്ങനെ ആ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുകയും ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വരുന്നത്. കേരളത്തിലുണ്ട് എന്ന വിവരം CBIക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് വർക്കല പോലീസിന്റെ സഹായത്തോടുകൂടി വർക്കലയിലെ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് അലക്സേവിനെ പിടികൂടുകയുമായിരുന്നു. ഇയാൾ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയാണ് ഈ തട്ടിപ്പ് വ്യാപകമായി നടത്തിയത്. അതായത് ലോകവ്യാപകമായി തന്നെ തട്ടിപ്പ് നടത്തുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇവർ. റഷ്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഗ്യാരൻടെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇയാളുടെ പങ്കാളി കൂടിയുണ്ട്. രണ്ടുപേർ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പട്യാല കോടതി നേരത്തെ ഇയാൾക്ക് വേണ്ടി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് CBIയിലേക്ക് വന്നു ചേർന്നത്. ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. തുടർന്ന് ഇയാൾ ലോകത്തെ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. റഷ്യൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരും. ഇയാൾ കുടുംബസമേതമാണ് വർക്കലയിൽ താമസിച്ചിരുന്നത്. ഒരാഴ്ച മുൻപ് ഈ കുടുംബാംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം വെസക്കോവ് ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ അത് നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമായ ഒരു വാർത്താക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിൽ പറയുന്നത് ഈ കള്ളപ്പണം വെളുപ്പിച്ചു, തീവ്രവാദ സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പണമിടപാടുകൾ നടത്തുക. നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി ഏതെങ്കിലും ഒരു നിയതമായ രൂപത്തിലുള്ളതല്ല. വാലറ്റ് വഴിയൊക്കെ അതിന്റെ മൂല്യം നിശ്ചയിക്കുകയും ആ തരത്തിൽ അത് വാങ്ങുകയും ചെയ്യുന്നതാണ്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടത്തി അമേരിക്കയിൽ മാത്രം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ പണം അനുസരിച്ചുള്ള ഒരു തട്ടിപ്പാണ്. ആ തരത്തിലുള്ള സാമ്പത്തിക തിരിമറി നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിയതായി മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വിനോദസഞ്ചാരം എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റഷ്യയുടെ പിന്തുണ ഇയാൾക്കുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളുണ്ട്. കാരണം ആ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് റഷ്യൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യൻ ചാരസംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം വിനോദ്, ഈ ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഈ അലക്സേജ് ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് പോലീസിനൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തിടെ കേരളത്തിലൊരു സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കാൻ കേരളത്തിലേക്ക് ലഹരി എത്തുന്നുണ്ട്. അത് കൊറിയർ വഴിയും മറ്റു പല രീതിയിലും വിമാനമാർഗവുമൊക്കെ ലഹരി എത്തിക്കുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴിയാണ് ഈ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ പിടിയിലായ പല ചെറുപ്പക്കാരും ഈ ഡാർക്ക് നെറ്റ് വഴിയാണ് കഞ്ചാവ് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ എത്തിച്ചതെന്ന വിവരങ്ങൾ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കങ്ങൾ സംശയിക്കണോ ഈ അലക്സേജിന്റെ കേരളത്തിലേക്കുള്ള വരവിന് പിന്നിൽ? ടോം, ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു ശതമാനം ഇപ്പോൾ ഡാർക്ക് നെറ്റിലൂടെയാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് മയക്കുമരുന്നാകട്ടെ, അല്ലെങ്കിൽ ആസൂത്രിതമായ കൊലപാതകങ്ങളാകട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ, അത് ഈ ദുർമന്ത്രവാദം മുതൽ പല കാര്യങ്ങളും, ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ വലിയ ശൃംഖല തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ. മാത്രമല്ല, ഈ ഔഷധ കമ്പനികൾ അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ, അവരുടെ തന്നെ ചില കമ്പനികൾ ഇങ്ങനെ മയക്കുമരുന്നുകൾ നിർമ്മിക്കുകയും അതിന്റെ വ്യാപനം നടക്കുക, തീവ്രവാദ പ്രവർത്തനം, ആയുധക്കടത്ത് തുടങ്ങി പല കാര്യങ്ങൾ ഡാർക്ക് നെറ്റിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ശൃംഖലയായി ഈ സംവിധാനം മാറുന്നു. അതിൽ നുഴഞ്ഞു കയറി പലപ്പോഴും സേനാ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ നിഗൂഢമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഈ അധോലോക സംഘങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാഫിയകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ പണത്തിന്റെയൊക്കെ ക്രിപ്റ്റോ കറൻസി, നമ്മൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പണം അല്ലെങ്കിൽ ഡോളർ എന്നൊക്കെ പറയുന്നത് കാഴ്ചയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതെ മൂല്യം ഒരു സമാന്തര സാമ്പത്തിക മേഖല എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ അത് നിയമപരമല്ല, പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും നിയമപരമാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യാപകമായ ഒരു
സ്വീകാര്യത കിട്ടുന്നുണ്ട്, പ്രചാരം നേടുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പണമിടപാട് എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ സ്ഥാപനം, റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഇടപെടൽ ഒരു സംശയനിഴലിലാകുന്നത്. അമേരിക്കയിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ, അവിടെയാണ് ചില അന്താരാഷ്ട്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ റഷ്യൻ ചാരസംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇയാൾ ഈ ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് വന്നതോടുകൂടി പലയിടങ്ങളിലായി മാറി മാറി സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്, വർക്കലയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. വർക്കലയിൽ ഈ ഒരു ഹോം സ്റ്റേയിലാണ് കുടുംബസമേതം എത്തുന്നത്. അതിനുശേഷം അവർ കുറെ ദിവസം താമസിക്കുകയും ഒരാഴ്ച മുൻപ് ഈ കുടുംബാംഗങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇയാളാകട്ടെ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. CBIക്ക് ഇയാൾ ഇവിടെ ഉണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങൾ ലഭിക്കുകയും തുടർന്ന് തിരുവനന്തപുരം ജില്ലാ പോലീസുമായി ബന്ധപ്പെടുകയും കേരള പോലീസിനെ ബന്ധപ്പെടുകയും ജില്ലാ പോലീസ് മേധാവിക്ക് അത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല പോലീസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇനി പട്യാല കോടതിയിലേക്ക് കൊണ്ടുപോകണം. അവിടെയാണ് വാറണ്ട് ഉള്ളത്. കാരണം കുടുംബാംഗങ്ങൾ തിരികെ റഷ്യയിലേക്ക് പോയി. പിന്നെ എന്തിനാണ് ഈ അലക്സേജ് കേരളത്തിൽ തുടർന്നത്? മറ്റാരുടെങ്കിലും സഹായം ഇയാൾക്ക് കേരളത്തിൽ ലഭ്യമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതില്ല. ഇപ്പോൾ നാളെ പട്യാല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേരള പോലീസ് ഈ അലക്സേജിനെ ചോദ്യം ചെയ്തോ അതോ നേരിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് പ്രതിയെ കൈമാറുകയാണോ ചെയ്തത്? ഇന്റർപോളിന് പ്രതികളെ കൈമാറാനുള്ള വ്യവസ്ഥ അത് നേരത്തെ തന്നെ ഇന്ത്യയുമായി ഉള്ളതാണ്. ഈ കുറ്റവാളികളെ കൈമാറുന്ന ഒരു രീതിയുണ്ട്. ഏതായിരുന്നാലും ഇന്റർപോളിന്റെ പരിധിയിലുള്ള ഒരു കേസാണ്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രതിയാണ്. റെഡ് കോർണർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ്. സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും. ഇയാളുടെ ഇവിടേക്കുള്ള വരവ്, മറ്റ് കാര്യങ്ങൾ, അതായത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് കൂടുതൽ പാസ്പോർട്ടുണ്ടോ, വ്യാജ പാസ്പോർട്ടുകൾ കയ്യിലുണ്ടായിരുന്നോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരാളല്ല, അന്താരാഷ്ട്ര കുറ്റവാളി എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ കോടികളുടെ ചെറിയ തുകയ്ക്കൊന്നുമല്ല വലിയ ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസി വഴി നടത്തുകയും അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ റഷ്യൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നത്. അതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ടോം. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ രാജ്യാന്തര കുറ്റവാളി അലക്സേജിന്റെ കൂടുതൽ പങ്ക് ആരൊക്കെ, കേരളവുമായി ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് 6000 രൂപ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ ചൊല്ലി സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവ്. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ വിഷ്ണു പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കൊല്ലപ്പെട്ട മനു ഈ പ്രതിയായിട്ടുള്ള വിഷ്ണുവിൽ നിന്നും 6000 രൂപ കടം വാങ്ങുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പിന്നീട് തർക്കമുണ്ടാകുന്നു. അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇതാണോ പോലീസ് നൽകുന്ന വിവരം? ടോം, നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ്. കാരണം ഈ മനു 6000 രൂപ വിഷ്ണുവിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി വിഷ്ണു തിരിച്ചാവശ്യപ്പെട്ടിരുന്നു. പക്ഷെ മനു അത് തിരികെ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തുള്ള പാടത്ത് വെച്ച് ഇരുവരും തമ്മിൽ ഇതേക്കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടാകുന്നത്. പിന്നീട് ആ സംസാരം വാക്കുതർക്കത്തിലേക്ക് എത്തുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുഹൃത്തായ വിഷ്ണു തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാളുടെ ഇനി മനുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. അതിന്റെ അടക്കം വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ വീടിന് സമീപത്തുള്ള പാലക്കാട് അഞ്ചുമൂർത്തി വീടിന് സമീപത്തുള്ള പാടത്തേക്ക് ഇരുവരും എത്തുന്നതും അതിനെ തുടർന്ന് പിന്നീട് സംസാരം ഈ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകുന്നതും. ഈ പണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരികെ ചോദിച്ചിട്ടും നൽകാത്തതിനെ തുടർന്ന് അതിലൊരു പ്രതികരണം നൽകാത്തതിനെ തുടർന്നാണ് അത് വാക്ക് തർക്കത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഉണ്ടായ കത്തിക്കുത്തിൽ അത് കലാശിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ കത്തി ഈ പ്രതി വിഷ്ണു കയ്യിൽ കൊണ്ട് നടന്നിരുന്നോ, ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, അങ്ങനെ ഒരു തർക്കം ഇരുവരും തമ്മിൽ മറ്റേതെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ, അതോ ഈ പണവുമായി ബന്ധപ്പെട്ട കടം കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട തർക്കം തന്നെ ആയിരിക്കാം കൊലപാതകത്തിന് കാരണമായി പറയുന്നത്? പക്ഷേ ഇങ്ങനെയൊരു കത്തി കൈവശം വെച്ച് അവിടെ എത്തുന്നു, അങ്ങനെയെങ്കിൽ അത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ ഷംന? തീർച്ചയായും ടോം, അത് തന്നെയാണ്. കാരണം ഈ വീടിന് സമീപത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് കത്തി ഉണ്ടായിരുന്നത്? ആസൂത്രിതമായ കൊലപാതകമായിരുന്നോ, കരുതിക്കൂട്ടി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നോ മനുവിനെ വിളിച്ചു വരുത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ പ്രതി വിഷ്ണു നേരത്തെയും മറ്റെന്തെങ്കിലും കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവരം പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു പണമിടപാട് സംബന്ധിച്ച തർക്കം മാത്രമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? കാരണം നമുക്കറിയാം, ഈ അടുത്തിടെ പുറത്തു വന്ന പല വാർത്തകളും, പല കൊലപാതക കേസും പരിശോധിച്ചാൽ അവിടെ ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയൊക്കെ ഉപയോഗമാണ് പലരെയും അക്രമികളും കൊലയാളികളുമാക്കി മാറ്റുന്നത്. ഇവിടെ അത്തരമൊരു സാഹചര്യമുണ്ടോ? ഈ പ്രതികൾ ലഹരിയോ മദ്യമോ മറ്റോ ഉപയോഗിച്ചിരുന്നോ? ഇതേ തുടർന്നുണ്ടായ ഏതെങ്കിലും തർക്കം പിന്നീട് അത് പ്രകോപനമായി മാറുന്നു, കൊലപാതകമായി മാറുന്നു, അങ്ങനെ കരുതണോ? അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകം അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഷംന? ടോം, നിലവിൽ ഈ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. കാരണം ഇപ്പോഴും പോലീസ് പറയുന്നതനുസരിച്ച് ഇരുവരും തമ്മിൽ മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിഷ്ണു വിളിച്ചപ്പോൾ മനു രാത്രിയിൽ തന്നെ ചെന്നതും സംസാരിച്ചതുമൊക്കെ. പക്ഷേ ഈ 6000 രൂപ കടം നൽകിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഈ വിഷ്ണു തിരികെ ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ മാത്രം മനു കൃത്യമായ ഒരു മറുപടി കൊടുത്തിരുന്നില്ല. 6000 രൂപ തിരികെ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതേ തുടർന്നുള്ള വാക്കുതർക്കം മാത്രമാണ് നിലവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കൊലപാതകങ്ങളും പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഇതിലുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. യെസ്, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ്. വെറും 6000 രൂപയുടെ പേരിൽ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ 6000 രൂപ സുഹൃത്തിന് യുവാവ് കടം നൽകിയിരുന്നു. ആ പണം തിരികെ ചോദിച്ചപ്പോൾ അത് തിരികെ നൽകിയില്ല. പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു. ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ നടന്നത്? ഇതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്ത തന്നെയാണ് വന്നത്. കാരണം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സുഹൃത്തുക്കൾ തമ്മിൽ അക്രമവും കൊലപാതകമൊക്കെ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കലാശിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്, പാലക്കാട്ടെ യുവാവിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഇത്തരം കാര്യങ്ങളുണ്ടോ, ലഹരിയുടെയോ മദ്യത്തിൻ്റെയോ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കേണ്ടതാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷം അഫാന്റെ മാതാവ് ഷെമി മനസ്സ് തുറക്കുകയാണ്. പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിലവിൽ പ്രധാന സാക്ഷിയായി, കേസിലെ പ്രധാന സാക്ഷി കൂടിയായിട്ടുള്ള അഫാന്റെ മാതാവ് പുതിയതായി പറയുന്ന വിവരങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി അഫാന്റെ മാതാവ് ഷെമി തുറന്നു പറയുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി ഇക്കാര്യം പങ്കുവച്ചത്. പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാൻ ഇല്ലെന്നും
അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ കേസിലെ പ്രതിയായിട്ടുള്ള അഫാൻ തുടക്കം മുതൽ പറഞ്ഞ കാര്യം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണമെന്നാണ്. നേരത്തെ ആത്മഹത്യക്ക് പദ്ധതിയിട്ടിരുന്നു. അതിനുശേഷമാണ് കാമുകിയെയും അനുജനെയും ബന്ധുക്കളെയും അടക്കം കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഈ സെൻട്രൽ ബാങ്ക് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഈ കുടുംബത്തിനുണ്ടായിരുന്നോ? എന്താണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഡാൻ? ടോം, അത്തരം വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ വായ്പ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ബാങ്ക് ജീവനക്കാർ ഫോണിൽ വിളിച്ച് സമ്മർദ്ദം ചെലുത്താറുണ്ടായിരുന്നു എന്നാണ് ഷെമി, ആശുപത്രി വിട്ട ഷെമി ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വ്യക്തമാക്കിയത്. ഇതിൽ 4 ലക്ഷം രൂപ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള 4 ലക്ഷം രൂപ ഈ ഷെമിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷെമിയുടെ കൈവശം അബ്ദുൾ റഹീം തന്നെ വിദേശത്ത് നിന്ന് എത്തിച്ചു നൽകിയിരുന്നു. പക്ഷേ ഈ പണത്തിൽ 2 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചത്, ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിക്കുന്ന 2 ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഷെമി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല അബ്ദുൾ റഹീമിന്. പക്ഷേ പോലീസിന്റെ സംശയം ഈ കുടുംബത്തിന് ഈ അഫാൻ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിൽ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന തരത്തിൽ മൊഴി നൽകിയിരുന്നു. അതിൽ ഈ 2 പേർ ഈ കുടുംബത്തിന് സാമ്പത്തികമായ സഹായം ചെയ്തു നൽകിയവരാണ്. അങ്ങനെ പണം നൽകിയ 2 പേർക്കാണ് ഈ 2 ലക്ഷം രൂപ കൈമാറിയത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഷെമി ഇതുവരെ തയ്യാറായിട്ടില്ല. പലപ്പോഴും പല തരത്തിലാണ്, അതായത് അവരുടെ മാനസിക നില ഒരു സ്റ്റേബിൾ അല്ലാത്തതിനാൽ ചോദ്യങ്ങളോട് വ്യക്തതയില്ലാത്ത രീതിയിലാണ് ഷെമി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനും കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനൊരു തീർച്ചയായും ഡാൻ, കാരണം ഏകദേശം 1/2 കോടിയോളം രൂപ ഈ കുടുംബത്തിന് ബാധ്യത ഉണ്ടായിരുന്നു, കടബാധ്യത ഉണ്ടായിരുന്നുവെന്ന് അഫാൻ തന്നെ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ കാര്യമാണല്ലോ. നിലവിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം ബാധ്യത ഇവർക്കുണ്ടായതെന്ന് ഷെമി വ്യക്തമാക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ബാധ്യത ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം ഇതുവരെ ഷെമിയോ അഫാനോ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ല. അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിലെ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. യെസ്, തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഈ ഭർത്താവിനോട് അബ്ദുൾ റഹീമിനോടാണല്ലോ ഷെമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പോലീസിന് ഷെമിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും ഉടൻ തന്നെ. കാരണം ഷെമിയുടെ ആരോഗ്യനില അത്ര പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടുണ്ടോ? അതിനുശേഷം മാത്രമായിരിക്കുമോ പോലീസ് ഷെമിയുടെ മൊഴിയെടുക്കാൻ ഉള്ള നീക്കങ്ങൾ നടത്തുകയുള്ളൂ? പേരമലയിലെ വീട്ടിലേക്ക് ഇനി താൻ ഇല്ല എന്ന കാര്യം അബ്ദുൾ റഹീമിനോടും മറ്റ് ബന്ധുക്കളോടും കഴിഞ്ഞ ദിവസം തന്നെ ഷെമി അറിയിച്ചിരുന്നു. അതിനുശേഷം ഷെമി പറയുന്നത് താൻ ഇപ്പോഴും ഒരു മാനസികമായ ഒരു കരുത്തുറ്റ അവസ്ഥയിലല്ല ഉള്ളത്, അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭർത്താവ് അബ്ദുൾ റഹീമിനോടും മറ്റ് ബന്ധുക്കളോടുമൊക്കെ ഷെമി പറഞ്ഞു വെക്കുന്നത്. അതിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വിശദമായ ചോദ്യം ചെയ്യലൊന്നും അല്ലെങ്കിൽ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന പോലീസ് നടപടികളൊന്നും ഇപ്പോൾ വേണ്ട, അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഷെമി ഉള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഷെമിയെ അവിടെ നിന്ന് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ കെയർ ഹോമിൽ അവർക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യമടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ കൂടി ചെയ്തു നൽകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഒരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ഒരു മാനസിക നിലയിൽ ഒരു മാറ്റം വന്നതിന് ശേഷം മാത്രമേ ഇത്രയധികം രൂപയുടെ ഏതാണ്ട് 50 ലക്ഷം രൂപയിലധികം വരുന്ന ഒരു സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് അബ്ദുൾ റഹീം അറിയാതെ ഇങ്ങനെ വലിയൊരു തുകയുടെ 1/2 കോടി രൂപയ്ക്ക് മുകളിൽ ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യം സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന വിലയിരുത്തലാണ്
അന്വേഷണ സംഘം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഡാൻ, നിലവില് മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അഫാന്റെ തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ടല്ലോ. ഇനി വീണ്ടും പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടോ? ഉടൻ തന്നെ അതിന്റെ നീക്കങ്ങൾ ഉണ്ടാകുമോ? കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ? തുടർന്ന് എന്തായിരിക്കും പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നീക്കങ്ങൾ? വെഞ്ഞാറമൂട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. ഇനി പുതുതായുള്ള കേസിൽ, അതായത് ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനുള്ളത്. ഈ നടപടികളുമായി ബന്ധപ്പെട്ട ഈ കൃത്യമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. വെഞ്ഞാറമൂട് പോലീസായിരിക്കും ഇതിൻ്റെ അന്വേഷണം നടത്തുക. അങ്ങനെ ആ അന്വേഷണത്തിൽ തെളിവെടുപ്പിന്റെ ഭാഗമായി പേരമലയിലെ വീട്ടിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. അതിനുശേഷമായിരിക്കും പേരമലയിൽ ഈ കൊടും ക്രൂരകൃത്യങ്ങൾ, അതായത് ഫർസാനെയും അതോടൊപ്പം തന്നെ അഫ്സാനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂടിന് സമീപം പേരമലയിലുള്ള വീട്ടിലെത്തിച്ച് അഫാനെ തെളിവെടുപ്പ് നടത്തുകയെന്നാണ് വെഞ്ഞാറമൂട് പോലീസ് നൽകുന്ന സൂചന. അതോടൊപ്പം ഈ സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട നിലവിൽ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് 8 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന കാര്യം ഷെമി വ്യക്തമാക്കുന്നത്. അതിനു പുറമെ ചില മീറ്റർ പലിശക്കാർ ഈ കുടുംബത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അഫാനോ അല്ലെങ്കിൽ ഷെമിയോ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് വിവരം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നിരന്തരമായ സമ്മർദ്ദമാണോ ഇങ്ങനെയൊരു കൊടും ക്രൂരകൃത്യത്തിന് അഫാനെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിലേക്കടക്കം അന്വേഷണം കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലാണ് പ്രതി അഫാന്റെ മാതാവ് ഷെമി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അച്ഛനമ്മമാർ വഴക്കു പറഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്ന, നാട് വിട്ടു പോകുന്ന പെൺകുട്ടികൾ, ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് പതിവായി കേൾക്കുന്നുണ്ട്. കൊല്ലം ആവണിശ്വരത്ത് നിന്നാണ് ഇതുപോലുള്ളൊരു വാർത്ത വരുന്നത്. ആവണിശ്വരത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തിയിട്ടുണ്ട്. താൻ മലപ്പുറം തിരൂരിലുണ്ടെന്ന് കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാതാവ് വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. കേസെടുത്ത കുന്നിക്കോട് പോലീസ് അന്വേഷണം നടത്തി വരവെയാണ് മലപ്പുറം തിരൂരിൽ കുട്ടി ഉള്ളതായി വിവരം ലഭിച്ചത്. എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, നമ്മൾ ഈ അടുത്ത ഇടെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ എറണാകുളത്ത് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി സ്കൂളിൽ നിന്നും പിന്നീട് വീട്ടിലേക്ക് എത്തിയില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്കൂളിൽ വെച്ച് ടീച്ചർ, അധ്യാപിക മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അതിൻ്റെ മനോവിഷമത്തിൽ വീട്ടിലേക്ക് പോയില്ല എന്നായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറം തിരൂരിൽ നിന്ന് 2 പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി പിന്നീട് മുംബൈയിൽ അവരെ കണ്ടെത്തുന്നു. ഈ കൊല്ലം ആവണിശ്വരത്തു നിന്നും കാണാതായ പെൺകുട്ടി 13-കാരിയെ മലപ്പുറം തിരൂരിൽ നിന്നാണ് കണ്ടെത്തുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി തിരൂരിലേക്ക് പോയത്? അമ്മ വഴക്കു പറഞ്ഞതിൻ്റെ ഒരു ഒറ്റ കാരണം മാത്രമാണോ വീട് വിട്ടിറങ്ങാനുള്ള കാരണം? തീർച്ചയായും ടോം, വീട്ടുകാർ നൽകിയ പരാതിയിൽ അത് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏകദേശം 2:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ 13-കാരി, കുന്നിക്കോട് സ്വദേശിനിയായ 13-കാരി വീട്ടിൽ ചില വഴക്കുകൾ ഉണ്ടായി, അമ്മയുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. ഇത് ഭക്ഷണം കഴിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമെന്നാണ് അവരെ പരാതിയിൽ പറയുന്നത്. ഈ തർക്കം ആണ് ഈ കൊച്ചിന് മാനസികമായിട്ട് ചില വിഷമം ഉണ്ടാക്കി അങ്ങനെ ഇത് പോയി എന്നാണ് പരാതിയിൽ പറയുന്നത്. അങ്ങനെ വീട് വിട്ട് നേരെ എത്തിയത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ എത്തിയിട്ട് ഒരു യാത്രക്കാരന്റെ ഫോൺ വാങ്ങി ഈ കുട്ടി വീട്ടിന് സമീപത്തുള്ള സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കിയാണ് വന്നതെന്നും ഞാൻ നാടുവിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും വീട്ടുകാർക്ക് ലഭിച്ചിരുന്നില്ല. ഏകദേശം ഒരു 6 മണി വരെ വീട്ടുകാർ ഈ കുട്ടി മടങ്ങിയെത്തും എന്ന് കരുതി. പക്ഷേ 6 മണിക്കും എത്താത്തതിനെ തുടർന്നാണ് കുന്നിക്കോട് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അങ്ങനെ ഈ പോലീസിന്റെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഈ കുട്ടിയെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്നുള്ളൊരു അറിയിപ്പായിരുന്നു ടോം അതിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനിടയായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളൊന്നും കിട്ടാനും സാധ്യതയില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഒരുപാട് വിഷമിച്ചു എന്നാണ് നമുക്ക് നിന്നും മനസ്സിലാക്കുന്നത്. വീട്ടുകാര് ഊണും ഉറക്കവും ഇല്ലാതെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ കഴിഞ്ഞ രാത്രിയിൽ നടത്തി. ഏകദേശം 3 മണി വരെ, പുലർച്ചെ 3 മണി വരെ ഇവർ അന്വേഷണം നടത്തിയെന്നാണ് ഈ കുട്ടിയുടെ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ച ചില വിവരങ്ങൾ. അങ്ങനെ എന്തായാലും പുലർച്ചെയാണ്
ഏകദേശം ഒരു പുലർച്ചെ ഒരു 6 മണിയോട് കൂടിയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ തന്നെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരാളുടെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ തിരൂരാണ് ഉള്ളത്, ഇങ്ങനെ വീട് വിട്ടിറങ്ങി ഞാൻ തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും വലിയൊരു സന്തോഷമാണ് വീട്ടുകാർക്ക് സമ്മാനിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ പോലീസിൽ അതിലെന്തെങ്കിലും ഈ പെൺകുട്ടി കാണാതായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹതയുണ്ടോ വിനീഷ്? കാരണം എന്തുകൊണ്ടായിരിക്കാം ഈ മലപ്പുറം തിരൂരിലേക്ക് പോയത്? ആരുടെങ്കിലും പ്രേരണയുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസോ മാതാപിതാക്കളോ ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്, ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ? ടോം, എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വളരെ ആശ്വാസകരമായി, വീട്ടുകാർക്ക് ആശ്വാസകരമായി കുട്ടി സേഫ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒന്നും ഫോണിലൂടെ അവർ ചോദിച്ചറിയാൻ ശ്രമിച്ചില്ല. റെയിൽവേ പോലീസിന്റെ അടുത്താണ് കുട്ടി ഉള്ളത് എന്ന് ഇവർക്ക് മനസ്സിലാക്കി. അങ്ങനെ ഈ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരൂരേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ തന്നെ പോയി, ഇപ്പോൾ ഏകദേശം അവിടെ എത്തിക്കാണുമെന്ന് കരുതുന്നു. അപ്പോ അതിനുശേഷമായിരിക്കും കുട്ടിയുടെ വിശദമായ മൊഴിയൊക്കെ എടുക്കുന്നത്. തോന്നും എപ്പോഴേ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. പക്ഷെ എന്നാലും വീട്ടുകാരുമായിട്ട് ചില വഴക്കുണ്ടായതിനെ തുടർന്നാണ് ഈ കുട്ടി 13-കാരി വീട് വിട്ട് ഇറങ്ങിയതെന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ പോകാനിടയായ സാഹചര്യം, മുൻപ് ഇങ്ങനെ പോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരുടെ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു. കാരണം കുട്ടിയെ കാണാതായപ്പോൾ തന്നെ ഈ കുട്ടി പോകാനിടയായുള്ള സാഹചര്യങ്ങളിലെല്ലാം പോയി പരിശോധനകൾ നടത്തിയിരുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടെല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സാധ്യത എല്ലാം മനസ്സിലാക്കിയിരുന്നു പോലീസ്. പക്ഷെ അവിടെയൊന്നും ഈ കുട്ടി എത്താതെ ഈ ട്രെയിൻ കയറി തിരുവിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നുണ്ട്. നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ കുട്ടികൾ വീട് വിട്ടിറങ്ങുന്നു. അത് എത്രത്തോളം മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തും. കാരണം ചെറിയ രീതിയിലൊന്ന് വഴക്ക് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ മനസ്സ് വല്ലാതെ മുറിവേൽക്കുന്നു. അവർ പിന്നീട് നാട് വിടുന്നു, വീട് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. കാരണം പണ്ടൊക്കെ മക്കളെ വഴക്കു പറഞ്ഞും ശിക്ഷിച്ചുമൊക്കെ ആയിരുന്നു മാതാപിതാക്കൾ വളർത്തിയിരുന്നതെങ്കിൽ ഇന്ന് അമിതമായൊരു ലാളന, അല്ലെങ്കിൽ അമിതമായ അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്ന് വഴക്കു പറയുമ്പോൾ അവർക്ക് മുറിവേൽക്കുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ, കുട്ടികളെ ഇനി വല്ലാതെ ലാളിച്ചു വളർത്തുന്നതാണോ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നതെന്നതും പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശിയും ദന്ത ഡോക്ടറുമായ സൗമ്യയാണ് മരിച്ചത്. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺമോഹൻ, ഈ പുലർച്ചെയാണ് ഈ ദന്ത ഡോക്ടറായിട്ടുള്ള സൗമ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണോ? അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മഹത്യ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. എന്നാലും ഈ പറയുന്ന അന്വേഷണം പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് പുലർച്ചെ 2 മണിക്കായിരുന്നു ഈ പറയുന്ന അവനവിള ഉദയകുളങ്ങര സ്വദേശിയായ സൗമ്യ എന്ന 31-കാരി ആദർശിന്റെ ഭാര്യയെ വീട്ടിലെ ടോയ്ലറ്റിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ ആദർശിന്റെ അമ്മയും ഒപ്പം സൗമ്യയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സൗമ്യ ഒരു ദന്തൽ ഡോക്ടർ കൂടെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഡിപ്രഷന് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നു. കാരണം 4 വർഷത്തോളം ഇവർക്ക് ഇതുവരെ കുട്ടികളായില്ല എന്നുള്ള ഒരു ഡിപ്രഷനിൽ അവർ ചികിത്സ തേടിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അവന് മരുന്ന് നൽകിയെങ്കിലും മരുന്ന് കഴിച്ചിട്ടില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം ഈ മരണത്തിന് വഴിതെളിച്ചതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആർഡിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോം, ഈ മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അവരൊന്നും ഇത് ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലേ? പ്രത്യേകിച്ചും കഴുത്തറുത്ത് സ്വയം
ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളത് സംഭവങ്ങൾ സാധാരണ മറ്റേതെങ്കിലും പല മാർഗങ്ങളും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടത് ആത്മഹത്യയാണെന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? സ്വാഭാവികമായും ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ദുരൂഹത നമുക്ക് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം കഴുത്തറുത്ത നിലയിൽ യുവതി കാണപ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ദുരൂഹത ഉണ്ട്. പോലീസ് നമ്മൾ ആ ഒരു ഭാഗം തന്നെയാണ് പോലീസിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ പോലീസ് ഇപ്പോൾ നിൽക്കുന്ന നിലപാട് സ്വയം അത് കൃത്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഔദ്യോഗികമല്ലെങ്കിലും ഇപ്പോൾ പറയുന്നത്. കാരണം ഇനി മൃതദേഹ പരിശോധനയും ഒപ്പം പോസ്റ്റ്മോർട്ടം ഫലങ്ങളൊക്കെ വരാനുണ്ട്. വന്നാൽ മാത്രമേ ഇതിന് വ്യക്തമായ ഒരു ധാരണ എത്താൻ കഴിയൂ. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ ഈ സമയം ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ആദർശിന്റെ അമ്മ കുറച്ച് ദിവസത്തിന് മുമ്പ് അവർക്ക് 2 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷനെ തുടർന്ന് അവർ അവിടെ വീട്ടിലായിരുന്നു. ഈ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ രാത്രി 2 മണിക്ക് ശേഷം കാണാനില്ല. ഒക്കെ ഇപ്പോൾ ഈ പറയുന്ന ബാത്റൂമിൽ കഴുത്ത് അറുത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ പരാതികൾ ഈ പറയുന്ന ഒരു പരാതി ഉയർന്നില്ലെങ്കിലും സ്വാഭാവികമായും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിനെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ളത് പോലീസിന്റെ ഭാഗത്ത് പരിശോധന നടത്തി വരുന്നുണ്ട്. ടോം. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിലാണ് ദന്ത ഡോക്ടറെ കഴുത്തറുത്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ 23-കാരി അറസ്റ്റിൽ. പുളിമ്പറമ്പിലെ സ്നേഹ മെർലിനാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത്. ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത്. പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, 12-കാരിയെ പീഡിപ്പിച്ച് 23-കാരി അറസ്റ്റിലാകുന്നത് പലതവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പെൺകുട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ അയൽവാസിയോ മറ്റോ ആണോ ഈ പിടിക്കപ്പെട്ട സ്നേഹ എന്ന് പറയുന്ന യുവതി? ടോമെ, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുളിപ്പറമ്പിലാണ് 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ 23 വയസ്സുകാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പുളിപ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിനാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ കുട്ടി നിരന്തരമായി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ്. ഈ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നതോടുകൂടി അധ്യാപകരാണ് ഈ വിവരം ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നത്. പിന്നീട് ചൈൽഡ് ലൈൻ നടത്തിയ വിശദമായ കൌൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞത്. ഏതായാലും ഈ സ്നേഹ മെർലിനെതിരെ സമാനമായ കേസ് നേരത്തെയും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൂടാതെ അടിപിടി കേസിലും പ്രതിയാണ് സ്നേഹ മെർലിൻ എന്നും തളിപ്പറമ്പ് പോലീസ് പറയുന്നുണ്ട്. എന്നാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർക്ക് മറ്റ് തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിൽ കേസിൽ പ്രതിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ കൂടുതൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ തളിപ്പറമ്പ് പോലീസ് അന്വേഷിക്കുന്നു. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ സ്നേഹ മെർലിനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കുറ്റം. 23-കാരിയായ ഈ സ്നേഹ മെർലിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിപിടി കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഇത്തരത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഇവർ നേരത്തെയും പോക്സോ കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും നമുക്ക് നേരത്തെ അറിയാം ഇത്തരത്തിൽ ആൺകുട്ടികളെ പോക്സോ നിയമപ്രകാരം ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരം അപൂർവം കേസുകളാണ് ഈ പെൺകുട്ടിയെ തന്നെ പീഡിപ്പിക്കുന്നത്. അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസ് വരുന്നത്. ഈ സ്നേഹ മെർലിന്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പോലീസ് പരിശോധിച്ചു വരുന്നു. നിലവിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു അടിപിടി കേസിലും ഇവർ പ്രതിയാണ്. അതുകൂടാതെ ഇത്തരത്തിൽ പോക്സോ കേസിലും ഒരു നേരത്തെ സമാനമായ കേസിലും പ്രതിയാണെന്നാണ്. ഏതായാലും ഈ പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇവർ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോം. ഇത് ഇത്രയും കാരണം പലതവണ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ ബൈജു. അതെന്തുകൊണ്ടാണ് ഇത്രയും ഈ വിവരം പുറത്തറിയാൻ ഇത്രയും വൈകിയത്? ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നോ?
അത്തരം കാര്യം പോലീസിൽ നിന്നും നമുക്കിപ്പോൾ വ്യക്തതയില്ല. കാരണം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ പെൺകുട്ടി 12 വയസ്സുകാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടുകൂടിയാണ് ഈ അധ്യാപകർ വിവരം ചൈൽഡ് ലൈനെ അറിയിക്കുന്നത്. പിന്നീട് ചൈൽഡ് ലൈൻ നടത്തിയ വിശദമായ കൌൺസിലിംഗിലാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതും പിന്നീട് ഈ സ്നേഹ മെർലിനെ, അതായത് പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഇവർ ഏതായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഇത്തരത്തിൽ സമാനമായ കേസുകൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നേരത്തെ സമാനമായ ഒരു കേസിൽ ഇവർ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൂടാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിപിടി കേസിലും ഇവർ പ്രതിയാണ്. ഇവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് കേട്ടോ. യെസ് ബൈജു, എന്തായാലും കാരണം അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ട വിഷയമാണ്. സാധാരണ പെൺകുട്ടികളെ അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ അടുത്ത്, അത് യുവാക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരുടെ അടുത്ത് വിടുമ്പോൾ ശ്രദ്ധിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ സ്ത്രീകൾ, യുവതികൾ പോലും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നൊരു സംഭവം ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും ടോം. കാരണം ടോം സൂചിപ്പിച്ചത് തന്നെ വളരെ ഗൗരവമായ ഒരു കുറ്റകൃത്യം തന്നെയാണിത്. കാരണം അപൂർവം കേസുകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് പോലും. പലപ്പോഴും ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇത്തരത്തിൽ കേസ് പുറത്തു വരാൻ ഇരിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കേസിലും സംഭവിച്ചതാണ്. നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടും ഈ പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിലായി ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടുകൂടിയാണ് ഈ അധ്യാപകർ ഇടപെടുന്നതും പിന്നീട് ചൈൽഡ് ലൈൻ ഇടപെടുന്നതും ഒക്കെ. പിന്നീടാണ് ഈ സ്നേഹാമറിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇവരുടെ വീടുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തതിലൂടെ അറിയാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് മറ്റ് കേസുകൾ, ഈ ഒരു പോക്സോ കേസല്ലാതെ, സമാനമായ രീതിയിൽ ഒരു പോക്സോ കേസല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല ഇവർ മറ്റേതെങ്കിലും പെൺകുട്ടികളെ ഇത്തരത്തിൽ പോക്സോ കേസിലോ മറ്റോ ഉള്ള പ്രായ പൂർത്തിയാവാത്തവരെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന പോലീസ് പരിശോധിക്കുന്നുണ്ട്. കണ്ണൂരിൽ 12കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് 23കാരിയായ യുവതി അറസ്റ്റിലായിരിക്കുന്നത്. പുളിമ്പറമ്പിലെ സ്നേഹ മെർലിനെ പോക്സോ നിയമപ്രകാരമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.